ഒരു മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല സമയങ്ങളിൽ ഒരുമിച്ച് നിന്ന് സന്തോഷിക്കൽ മാത്രമല്ലല്ലോ, മോശം സമയങ്ങളിൽ ഒരുമിച്ച് നിന്ന് അതിനെ ഫേസ് ചെയ്യലും കൂടെ അല്ലേ. ഒരു റിലേഷൻഷിപ്പിൽ യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവുമ്പോഴാണ്. ഹസ്ബൻഡിന് ചിലപ്പോൾ കാര്യമായിട്ട് വല്ല സാമ്പത്തിക ബുദ്ധിമുട്ടോ കടങ്ങളോ അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും തൻ്റെ ഫാമിലി അറിയരുത്, അവർ ബുദ്ധിമുട്ടരുത്, നിരാശരാവരുതെന്നൊക്കെ വിചാരിച്ചിട്ട് ഹസ്ബൻഡ് ചിലപ്പോൾ വൈഫിൻ്റെ അടുത്ത് നിന്നതൊക്കെ മറച്ചു വെക്കും. പക്ഷെ അയാളുടെ ഉള്ളിലെ മാനസിക പിരിമുറുക്കം കാരണം വൈഫായിട്ടുള്ള സംസാരം, അവളുടെ കൂടെയുള്ള സമയം സ്പെൻഡ് ചെയ്യലും ഒക്കെ കുറയാൻ തുടങ്ങും. അയാൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ തുടങ്ങും. കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. എന്താ പറ്റിയെന്ന് വൈഫ് ചോദിക്കുമ്പോൾ എന്നെ ഒന്ന് വെറുതെ വിടുമോ, എനിക്ക് കുറച്ച് സ്വൈര്യം തരുമെന്നൊക്കെ ആയിരിക്കും ഹസ്ബൻഡിൻ്റെ റിപ്ലൈ. ഇതും കൂടെ കാണുമ്പോൾ വൈഫ് വിചാരിക്കും എന്നെ അവോയ്ഡ് ചെയ്യാണ്, എന്നോടിപ്പോൾ പഴയ പോലെ ഒന്നും സ്നേഹമില്ല, ഇയാൾക്കിനി വേറെ ആരെങ്കിലും സെറ്റായിട്ടുണ്ടാകും. അവിടെ മുതലാണ് പിന്നെ യഥാർത്ഥ പ്രശ്നം തുടങ്ങാൻ പോകുന്നത്. നേരെ മറിച്ച് ഹസ്ബൻഡ് ഇത് നേരത്തെ തന്നെ വൈഫിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ് അത് കേട്ട് മനസ്സിലാക്കി ഹസ്ബൻഡിന് വേണ്ട സപ്പോർട്ടും കൊടുത്ത് കൂടെ നിൽക്കുമായിരുന്നു. ഏതൊരാളും ആഗ്രഹിക്കുന്നത് തൻ്റെ പാർട്ട്ണർക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും ആദ്യം അത് തന്നോട് വന്നിട്ട് സംസാരിക്കണം എന്നുള്ളതാണ്. ഒരു മാരേജ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് നല്ല സമയങ്ങളിൽ ഒരുമിച്ച് നിന്ന് സന്തോഷിക്കൽ മാത്രമല്ലല്ലോ, മോശം സമയങ്ങളിൽ ഒരുമിച്ച് നിന്ന് അതിനെ ഫേസ് ചെയ്യലും കൂടെ അല്ലേ.